അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അധികം വൈകാതെ അബൂദർദാ റളിയല്ലാഹു അൻഹു വന്ന് കയറി കുശലാന്വേഷണങ്ങൾക്ക് നടത്തി. സഹോദരനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പരസ്പര സന്തോഷം പങ്കുവെക്കലുകൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ അപ്പോഴേക്കും ഭക്ഷണം തയ്യാറായി. ഭക്ഷണം വന്നപ്പോൾ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അബൂദർദാവ് തന്നെ പാത്രമെടുത്ത് സൽമാൻ ഫാരിസിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കുൽ, തിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സൽമാൻ ഫാരിസി ചോദിച്ചു, നിങ്ങളോ? ഇല്ല, ഞാൻ തിന്നുന്നില്ല, നിങ്ങൾ തിന്നോളൂ, എനിക്ക് നോമ്പാണ്. അപ്പോൾ സുന്നത്ത് നോമ്പാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സൽമാൻ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ തിന്നാതെ ഞാൻ തിന്നുന്ന പ്രശ്നമേ ഇല്ല. അബൂദർദാവ് കുടുങ്ങി. കാരണം സഹോദരൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഇസ്ലാമിലെ സാഹോദര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് അദ്ദേഹം നിർബന്ധിതനായി, നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു. അദ്ദേഹം കഴിച്ചു. അപ്പോഴേക്കും വൈകുന്നേരമായി. രണ്ടുപേരും അവിടെ ഇരുന്ന് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചു, രാത്രി ഭക്ഷണം കഴിച്ചു, രാത്രി നിസ്കാരം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഉറങ്ങേണ്ട സമയമായപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ ഇതാ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളോ? അല്ല, ഞാൻ ഉറങ്ങുന്നില്ല, എനിക്ക് കുറച്ച് നിസ്കരിക്കാനുണ്ട്. അപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങൾ കേട്ടോളി, നിങ്ങൾ കിടക്കാതെ ഞാൻ കിടക്കില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു വീണ്ടും ട്രാപ്പിലായി. സഹോദരൻ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സാഹോദര്യം, ഇസ്ലാം ഉദ്ഘോഷിക്കുന്ന സാഹോദര്യം അത് തന്നെയാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ അർത്ഥത്തിൽ അത് പാലിക്കാൻ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് കിടക്കേണ്ടി വന്നു. അന്നത്തെ രാത്രി നിസ്കാരം തൽക്കാലം ഒഴിവാക്കേണ്ടി വന്നു. രാത്രിയായി. ഒന്നാം യാമം പിന്നിട്ടു. രണ്ടാം യാമമായി. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങേണ്ടുന്ന സമയമൊക്കെ ആയി. ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്തി. രണ്ടുപേരും വുളു എടുത്തു. ഇനി നിസ്കരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും നിസ്കാരം ആരംഭിച്ചു. അപ്പോഴേക്കും സത്യത്തിൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിങ്ങനെ പതച്ച് പൊന്നുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കോപമുണ്ട്, വ്യസനമുണ്ട്, സങ്കടമുണ്ട്. കാരണം തൻ്റെ മതപരമായ നിഷ്ഠകളിലാണ്, ചിട്ടകളിലാണ് സൽമാൻ ഇടപെട്ടിരിക്കുന്നത്. അതിത്തിരി കടന്ന കൈയായി എന്ന ഒരു തോന്നലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹം പക്ഷേ ഒന്നും പറഞ്ഞില്ല, പറയാൻ പാടില്ല. അനിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ അതിൻ്റേതായ രീതി ശാസ്ത്രങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. വൈകാരികത അതെപ്പോഴും വളരെ വളരെ നിയന്ത്രിതമായി മാത്രമേ പുറത്തെടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. അബൂദർദാവ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ രാവിലെ നേരെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് എത്തി. നബിയോട് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, സൽമാൻ, എൻ്റെ സഹോദരൻ സൽമാൻ ഇന്നലെ എന്നെ നോമ്പ് നോൽക്കാൻ അനുവദിച്ചില്ല. ഇന്നലെ എന്നെ രാത്രി കാലങ്ങളിൽ നിന്ന് നിസ്കരിക്കാൻ അനുവദിച്ചില്ല. മാത്രമല്ല, അതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവമുണ്ട്. നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തിയപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു അബൂദർദാവിനോട്, അബൂദർദാ, ഇന്നലി റബ്ബിക അലൈക ഹഖ, താങ്കളുടെ റബ്ബിനോട് ചെയ്യാൻ ചില ബാധ്യതകളുണ്ട്. വൈന്ന ലിനഫ്സിക അലൈക ഹഖ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് ചെയ്യാനുള്ള ചില ബാധ്യതകളുണ്ട്. വൈന്നലി സൗജിക അലൈക ഹഖ, നിൻ്റെ ഭാര്യയോട്, കുട്ടികളോട്, കുടുംബത്തോട് ചെയ്യാൻ ഒരുപാട് കടമകളുണ്ട്. ഇതെല്ലാം നിർവഹിച്ചിരിക്കണം. അല്ലാതെ നിങ്ങളുടെ ആഖിറം മാത്രം നോക്കിയാൽ പറ്റില്ല എന്ന ഒരു ഉപദേശം കൂടി സൽമാൻ ഫാരിസി അബൂദർദാ റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. അതും അദ്ദേഹത്തിന് ദേഷ്യമായിട്ട് അനുഭവപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നിട്ട് എൻ്റെ നോമ്പ് മുടക്കിയെന്ന് മാത്രമല്ല, എൻ്റെ രാത്രി നിസ്കാരം മുടക്കിയെന്ന് മാത്രമല്ല, എന്നിട്ട് രാവിലെ എന്നോട് ഇങ്ങനെയുമെല്ലാം വലിയ വായിൽ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു.
എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ രംഗങ്ങളും മനസ്സുകൊണ്ട് കണ്ടു. എന്താണ് ഉണ്ടായത്, എവിടെയാണ് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതെല്ലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. നബി തല ഉയർത്തി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സദഖ സൽമാൻ. സൽമാൻ പറഞ്ഞതും സൽമാൻ ചെയ്തതുമെല്ലാം സത്യമാണ്. അങ്ങനെയാണ് വിശ്വാസി ചെയ്യേണ്ടത്, അങ്ങനെയാണ് വിശ്വാസി ധരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.